വെൽക്കം ടു ദ വേൾഡ് ഓഫ് യൂട്യൂബേഴ്സ് ആൻഡ് യു ആർ വാച്ചിങ് മീ രാകേഷ് നാരായണൻ. സത്യം പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷേ ചിന്തകൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. കാരണം നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് യൂട്യൂബെന്നോ അതല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. വീട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ടാക്കി. ഇപ്പോൾ സ്റ്റുഡിയോ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ. എനിക്കൊരു സ്റ്റുഡിയോ ആവശ്യമാണ്. സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിലും സൗണ്ടിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഓഫീസ് പോലൊരു സ്ഥലം ആവശ്യമാണ്. അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ പലരായിട്ട് ഡിസ്കസ് ചെയ്യണം, പലരായിട്ട് ഹാൻഡിൽ ചെയ്യണം, അതല്ലെങ്കിൽ പലരായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട നല്ല രീതിയിലൊരു കണക്ടിവിറ്റി ഉള്ളൊരു എന്താ പറയുക, മീഡിയ സെൻ്റർ എന്നോ അതല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റൂം എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സ്ഥലം ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ തമ്പനയിൽ കണ്ടിട്ടുള്ള ആ റൂം. ഇവിടെ ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം സ്റ്റീലിൻ്റെ ഗ്രില്ല് ഉണ്ടാക്കിയിട്ട് അതിൽ നോവോ പാൻ എന്ന് പറയുന്ന ഒരു മരം തന്നെ പാനലായി വെച്ച് അതിന് ശേഷം കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്ത് ബിജുവേട്ടനാണ് വന്നിട്ട് ഗ്രില്ലും സംഭവങ്ങളും ഡോറിൻ്റെ ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ളത്. ദാസേട്ടൻ വന്നിട്ട് പ്ലൈവുഡ് നോവോ പാൻ്റെ ഷീറ്റൊക്കെ അടിച്ചു തന്നു. പിന്നെ നമ്മുടെ സ്വന്തം സനൂപ് വന്നിട്ട് ഇലക്ട്രിക്കൽ പണികൾ. പിന്നെ ഞാൻ തന്നെയായിരുന്നു എല്ലാം. പിന്നെ AC ഫിക്സ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ആൾക്കാർ വന്നു. ആദ്യം ഇവിടെ TV ആണ് വെച്ചത്. അന്ന് 33 ഇഞ്ചായിരുന്നു. പക്ഷേ അത് TV കുറച്ച് ചെറുതായി പോയ പോലെ തോന്നി. ഇപ്പോൾ 44 ഇഞ്ചാണ്. ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ഐടെൽ എന്നുള്ള ഒരു കമ്പനിയുടെ TV ആണ്. നല്ല TV ആണ്. 4K ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K അല്ല, പക്ഷേ സാധാരണ TVയുടെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല TV ആണ്. വലിയൊരു 5.1 മിക്സിംഗ് സ്റ്റുഡിയോ അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്നുമല്ല. ദിസ് ക്യാൻ ബി കോൾഡ് ആസ് എ മീഡിയ റൂം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റൂം, വീഡിയോ കോൺഫറൻസിനുള്ള ഒരു റൂം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസ്. This is to inform you that I have started a studio where I can do a lot of things than a normal studio. Right. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റിയ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്തു എന്ന് മനസ്സിലാക്കി പറ്റിയാൽ 1-2 കമൻറ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണൽ നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം.